നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളത്ത് 350 പേർക്ക് ഭക്ഷ്യവിഷബാധ. എല്ലാവരും കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാർ. ഛർദിയും വയറിളക്കവുമായി 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും. രോഗം പടർന്നത് കുടിവെള്ളത്തിൽ നിന്നെന്ന് സംശയം. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ വയനാട്. പ്രിയങ്കയുടെ കന്നിയംഗം ആഘോഷമാക്കാൻ കോൺഗ്രസ്. സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്ത് ലീഗും കേരള കോൺഗ്രസ് ജോസഫ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന കമ്മിറ്റി ഇന്ന് തുടങ്ങും. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായോ എന്ന് പരിശോധിക്കും. തെറ്റുതിരുത്തൽ മാർഗരേഖയുടെ കരടും തയ്യാറാക്കും. ജനതാദൾ എസിന്റെ നിർണായക നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി K രാധാകൃഷ്ണൻ ഇന്ന് രാജിക്കത്ത് കൈമാറും. കാഫിർ പോസ്റ്റിൽ പ്രതിരോധത്തിലായി CPM. KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. DGPക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള നീക്കമെന്ന് പരാതി. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ക്വട്ടേഷൻ സംഘാംഗങ്ങളായ മനു, അജിൻ എന്നിവർ. ക്വട്ടേഷൻ കൊടുത്തത് ജയയുടെ ബന്ധുക്കൾ. കോയമ്പത്തൂരിൽ മലയാളികളുടെ കാർ ആക്രമിച്ചവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചെന്ന് പോലീസ്. കട്ടപ്പന DO PK മണികണ്ഠനെതിരെ അധ്യാപികയുടെ പരാതി. വ്യക്തിപരമായി അധിക്ഷേപിച്ചതായി ആരോപണം. പോലീസിൽ പരാതി നൽകിയ അധ്യാപിക. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLAയുടെ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണാവശ്യം തള്ളിയ വിജിലൻസ് കോടതി നടപടി തെറ്റെന്ന് ഹർജിയിൽ. മൂന്നാറിലെ കയ്യേറ്റവും വ്യാജപട്ടയവുമായി ബന്ധപ്പെട്ട ഹർജികളും ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി സന്ദീപ് നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം. സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകും. മരിച്ചത് തിരുവനന്തപുരം തിരുമല സ്വദേശിനി. എറണാകുളം ചെറായി ബീച്ചിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. കാണാതായത് 2 പേരെ. തിരയിൽപ്പെട്ടത് ഉത്തർപ്രദേശ് സ്വദേശി വാഹിദും ബംഗാൾ സ്വദേശി സെഹ്ബാൻ. വിശദമായ വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സയിൽ. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധയുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, നിരവധി പേർക്ക്, 300-ലധികം പേർക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. ഈ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം പടർന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഫ്ളാറ്റിലെ പലർക്കും ഇത്തരത്തിൽ ഛർദിലും വയറിളക്കവും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഇത് ആ സമയത്ത് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതോ മറ്റുമാകാമെന്ന് കരുതി പലരും ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് ഇന്നലെയോടെയാണ് ഏകദേശം 350ഓളം പേർക്ക് ഇത്തരത്തിൽ സമാനമായ രോഗലക്ഷണങ്ങൾ കാണുന്നതും പലരും ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വെള്ളത്തിൽ നിന്നുള്ള ബാധയാണോ ഇത്തരത്തിലൊരു രോഗം പിടിപെടാൻ കാരണമെന്നൊരു നിഗമനത്തിലെത്തിയത്. ഏകദേശം 350-ലധികം പേരെയാണ് ഛർദിലും വയറിളക്കവുമായി എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും വിഷബാധ ഏറ്റു എന്നുകൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. കുട്ടികളും വിവിധ ഇടങ്ങളിൽ ആശുപത്രികളാണ്. കുട്ടികൾക്കും ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചതാണ് ചെറിയ രീതിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഈ DLF ടവറിൽ 15 ടവറുകളിലായി ഏകദേശം 1268 ഫ്ളാറ്റുകളാണുള്ളത്. ഇതിൽ 5000-ന് മുകളിൽ ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഇതിലാണ് 350 പേർക്ക് ഈ രോഗം പിടിപെട്ടത്. ഈ ഫ്ളാറ്റിൽ പ്രധാനമായും വെള്ളം എത്തിക്കുന്നത് 3
സോഴ്സുകൾ വഴിയാണ്. ഒന്ന് ഫ്ളാറ്റിന്റെ തന്നെ ഒരു കിണറുണ്ട്, മറ്റൊന്ന് ഒരു മഴവെള്ള സംഭരണിയുണ്ട്, മറ്റൊരു വെള്ളം സംഭരിക്കുന്നത് പുറത്തു നിന്ന് കുടിവെള്ള ടാങ്കുകളിൽ നിന്നും ഒക്കെ വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതിൽ നിന്നാണ് ഇത്തരത്തിലൊരു രോഗബാധ കണ്ടെത്തിയത്, അല്ലെങ്കിൽ രോഗബാധ പിടിപെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് സ്ഥലത്തെത്തി 3 സോഴ്സുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കാക്കനാടുള്ളയും എറണാകുളത്തുമുള്ള ഈ ടെസ്റ്റ് ലാബുകളിൽ അയച്ച് പരിശോധന നടത്തുകയാണ്. ഉടൻ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ MLA ഉമാ തോമസും സ്ഥലം കൗൺസിലർ അടക്കം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫ്ളാറ്റിലേക്കുള്ള നിലവിലെ സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തൽക്കാലം അവിടുത്തെ വെള്ളം ഉപയോഗിക്കേണ്ട, പുറത്തു നിന്നുള്ള ടാങ്കുകൾ കൃത്യമായി ക്ലോറിൻ ചെയ്ത വെള്ളം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും കടുത്ത ആശങ്കയിലാണ്. ഇനിയും ഇത്തരത്തിൽ രോഗം പിടിപെടാനുള്ള ഒരു സാധ്യത കൂടുമോ, അതോ കൂടുതൽ പേർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും താമസിക്കുന്നവർക്കുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഏത് വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം പിടിപെട്ടതെന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കൊച്ചി നഗരത്തിലുള്ള മഴ, പിന്നീടുണ്ടാകുന്ന വെള്ളക്കെട്ട്, ഈ കാനകളൊന്നും പൂർണ്ണമായി വൃത്തിയാക്കാത്ത. ശരി നവമി, ഞാൻ നവമിയിലേക്ക് വരാം. ഇപ്പോൾ തൃക്കാക്കര ചെയർപേഴ്സൺ ശ്രീമതി രാധാമണിപ്പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? ഇത് ഈ ഫ്ളാറ്റിൽ നിന്നുള്ള വെള്ളം കുടിച്ചത് തന്നെയാണോ പ്രശ്നമായത്? വെള്ളത്തിന്റെ തന്നെ പ്രശ്നമാണ്. വെള്ളം നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തുകാര്, DMO എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിന്റെ 2 ഡോക്ടേഴ്സ് എല്ലാവരും ചെന്ന് ഇന്നലെ ചെന്ന് നമ്മൾ ടാങ്കുകളൊക്കെ പരിശോധിച്ചു, ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ലാബിൽ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടാൻ ഇച്ചിരി വൈകും. പിന്നെ ഇവര് ഈ ടാങ്കിലെ വെള്ളം കൂടാതെ ജാറില് ഒരു 10-12 പേരെങ്കിലും ലോറിച്ചോടെ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ജാറിൽ വെള്ളം പല സ്ഥലത്തു നിന്നും വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒരു 10-700 എണ്ണമെങ്കിലും ദിവസം അവിടെ വരണുണ്ടെന്നാണ് അതിന്റെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയെങ്കിലും സൊമാറ്റോയിൽ ഫുഡ് കഴിച്ചതാണെങ്കിൽ പോലും ഇത്രയും പേർക്ക് ഒരുപോലെ വരില്ലല്ലോ. ഒരേ കടയിൽ നിന്നായിരിക്കില്ലല്ലോ ആഹാരം ഓർഡർ ചെയ്തതും കഴിച്ചതും ഒക്കെ. ഫുഡ് പോയിസന്റെ ആണോ വെള്ളത്തിന്റെ ആണോ എന്നറിയില്ല. വെള്ളത്തിന്റെ ആവാനാണ് സാധ്യത കൂടുതൽ. മാഡത്തിന് ഈ കണക്ക് കൃത്യമാണോ? ഇത് എത്ര പേർക്കാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത്? 350 പേർക്കാണോ? അത്രയും പേർക്കുണ്ട്. അത്രയും പേർക്കുണ്ട്. പലരും തൽക്കാലത്തേക്ക് പോയി മരുന്ന് വാങ്ങിച്ചു പോയവരുടെ എല്ലാം കണക്കുണ്ടല്ലോ. അതാണ്. അഡ്മിറ്റ് ആയി സീരിയസ് ആയ ആരുമില്ല. ഓ ശരി ശരി. പിന്നീട് അതായത് സെപ്പറേറ്റ് ആയി പോയി മരുന്ന് മേടിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് അറിയുന്നത് പലർക്കും ഉണ്ട് ഫ്ളാറ്റിലെ ഈ അസുഖം എന്നുള്ളത്. ശരി ശരി. ഞങ്ങളവിടെ പോയി ചോദിച്ചപ്പോ ഒരാള് നമ്മുടെ ആര്യാസ് ആലുവെന്ന് ഭക്ഷണം കഴിച്ചതാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ 2 കുട്ടികൾക്കും വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഫുഡാണെന്ന് പുള്ളി പറഞ്ഞു. ആണോ? ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്? അവർക്കതെ, അവിടുന്ന് ചട്നി കഴിച്ചപ്പോഴാണെന്ന് പറയുന്നത്. അവർക്ക് 3 പേർക്ക് അങ്ങനെയാണ്. പിന്നെ നമുക്ക് കറക്റ്റ് അറിയില്ല, എല്ലാരും ഈ വെള്ളത്തിന്റെ ആണ് പറയണത്. ഈ ടാങ്കില്, ഫ്ളാറ്റിലെ മുകളിലത്തെ ടാങ്കിൽ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അത് ക്ലീൻ ആയിരുന്നോ? ക്ലീൻ ആണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞങ്ങളുടെ എല്ലാ ടാങ്കിന്റെ മുകളിലും എല്ലാം കയറി ഇന്നലെ രാത്രി 11 മണിക്ക് അവിടെ നിന്ന് പോയത്. ഓഹോ, ഇത് എപ്പോഴത്തേക്കിന് ഈ പരിശോധനാ ഫലം വരുമായിരിക്കും ജലസാമ്പിളിന്റെ? ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആരുടെയും അസുഖം അങ്ങേയറ്റമൊന്നും അല്ലല്ലോ അല്ലെ? കുഴപ്പമില്ലാത്ത അവസ്ഥയില്ല. എല്ലാരും വീടുകളിലുണ്ട്. തിരിച്ചു വന്നു. ആശുപത്രിയിൽ ആരുമില്ല? ആശുപത്രിയിൽ ഇവിടെ ഒന്നും ആരുമില്ല. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ മാഡം. ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഛർദി വയറിളക്കം വന്നിങ്ങനെ. അത് എന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടാങ്ക് എത്ര ക്ലീൻ ആണേലും ഇവര് താഴേന്നാണ് ഈ മഴവെള്ള സംഭരണിയിലോട്ട് ഈ വെള്ളം കൊണ്ടുപോണത്. അപ്പൊ മഴ പെയ്തപ്പോ അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. താഴെത്തട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ വല്ല വേസ്റ്റും അഴുക്കും എല്ലാം ആ വെള്ളം ഇതിലേക്ക് കലർന്നിട്ടുണ്ടോ എന്നല്ലേ? ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കണ കേട്ടോ, നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇവരുടെ ടാങ്കൊക്കെ ക്ലീൻ ആണെങ്കിൽ എവിടെ നിന്ന് വന്നെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ഫ്ളാറ്റിന്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? എന്താണ് അവർ പറയുന്നത്? അവിടുത്തെ താമസിക്കുന്ന ആളുകള് അവരെന്താ പറയുന്നത്? അവരുടെ റെസിഡൻസിന്റെ ആളുകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പ്രസിഡന്റും സെക്രട്ടറി അവരെല്ലാരും ഉണ്ടായിരുന്നു. ഒരു 10-15 പേര് അവരുണ്ടായിരുന്നു.
അവരും പറയണ അവരോട് ആരും ഇതങ്ങനെ പറഞ്ഞില്ല. ഓരോരുത്തർക്ക് ഇങ്ങനെ കിട്ടിയപ്പോ അവര് പരസ്പരം ആരും പറഞ്ഞില്ല. ഒരാളാണ് ഇത് മന്ത്രിക്ക് മെസ്സേജ് വിടുക. അല്ലെങ്കിൽ താഴെത്തട്ടില് നമ്മളെ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ല. ഓ ശരി ശരി. ഇന്നലെ തന്നെ പരാതി കൊടുത്തോ? അപ്പോ ഇന്നലെയല്ല, പരാതി മിനിഞ്ഞാന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ഡിഎംഒനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഇന്നലെ എല്ലാവരും കൂടെ ഓടി മുടക്കായിട്ട്. ഇന്നലെ ലീവല്ലേ? അതെ അതെ അതെ. എല്ലാവരും എത്തി. എന്നിട്ട് അപ്പൊ ശനിയാഴ്ചയാണ് സംഭവം. വെള്ളി ശനിയൊക്കെ ആയിട്ട് സംഭവം ഉണ്ട്. ഓ ശരി ശരി. 2 ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഫ്ലാറ്റിലെ ആളുകളായിട്ട് ചികിത്സ തേടുകയായിരുന്നു. പരസ്പരം അറിഞ്ഞിരുന്നില്ല. പക്ഷെ പരസ്പരം ആരും അങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല. ഇത് എനിക്ക് മാത്രമുള്ള അവര് വിചാരിച്ചു. അതാ പറ്റേ. ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുടിവെള്ളം വാങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ, അതും എല്ലാവരും ഒരിടത്ത് തന്നെയാണോ വാങ്ങുന്നത്? ഒരു ഏജൻസിന്നാണോ? അല്ല, പല ഏജൻസിയാ. അപ്പൊ അതും സംശയിക്കുന്നുണ്ടോ? അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഓരോ പ്രൈവറ്റ് വ്യക്തികൾ ജാറിൽ കൊണ്ടുവരണ ഇവര് വിലക്ക് മേടിക്കല്ലേ. ഇവര് അത് ഇത് ഫിൽറ്റർ ചെയ്തൊന്നും എടുക്കണ വെള്ളമൊന്നും അല്ലല്ലോ. അതെ, എല്ലാ സ്ഥലത്തുനിന്നും കൊണ്ടുവരണത്. പിന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞേക്കുന്നുണ്ട്, എല്ലാരും ORS കലക്കി കഴിക്കുക, പിന്നെ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതൊക്കെ നമുക്കിപ്പോ പറയാൻ കാരണം കണ്ടെത്തണമല്ലോ അല്ലേ? അതെ, അത് കണ്ടെത്തുന്നവരെ എല്ലാരോടും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ MLA ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോ 10 മണിക്ക് പോവാ. പക്ഷെ മാഡം ഈ ജലസാമ്പിൾ മാത്രം പരിശോധിച്ചുകൊണ്ട് കാരണം കണ്ടെത്താൻ പറ്റുമോ? ഈ ടാങ്കിലെ വെള്ളം മാത്രം പരിശോധിച്ചുകൊണ്ട് പറ്റുമോ? അതുകൊണ്ട് പറ്റുമെന്ന് എനിക്കും തോന്നണില്ല. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. അപ്പൊ എന്ത് നടപടിയാണ് നഗരസഭ ഇതിൽ കാര്യത്തിൽ എടുക്കുന്നത്? നഗരസഭ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ജാറിൽ വെള്ളം കൊണ്ടുവരണവരുടെയൊക്കെ വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കേണ്ട വരും. ഇത് കഴിയാൻ നിക്കണോ? ഇല്ല, കഴിയില്ല. ഇന്ന് ലീവ് ആയതുകൊണ്ടേ അത് ഉദ്യോഗസ്ഥരൊക്കെ ഓരോ അകലെന്നൊക്കെ വന്നവരൊക്കെ പോകൂലേ. ഇന്നലെ ആളുകൾ കുറവായിരുന്നു, പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ വന്നു. ആണോ? അപ്പൊ ഈ ടാങ്കിലെ വെള്ളം ഇപ്പൊ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലെ? മുകളിലത്തെ ടാങ്കിലെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു തൽക്കാലം. അങ്ങനെയെങ്കിൽ അവരെങ്ങനെയായിരിക്കും ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ? അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരെ മാറ്റേണ്ടി വരുമോ? ഇല്ല, വെള്ളം വേറെ എത്തിക്കും. അല്ലെങ്കിൽ അവര് കുടിച്ചാൽ മതില്ല. എന്തുള്ള ആ വെള്ളം തന്നെ ജാറിലെ വെള്ളം അങ്ങനെ കുടിക്കുമല്ലോ എല്ലാവരും. അപ്പൊ എന്തായാലും നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഇപ്പൊ വലുതായിട്ടില്ല. ശരി. വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലെ ഇങ്ങനെ? ശരി, താങ്കളുടെ ശബ്ദത്തിൽ ഇവരെന്ന് പറഞ്ഞാൽ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ അവരൊരു ചെറിയ ലോകമാ. അവിടെ നമുക്ക് ഓടിച്ചൊന്നും കയറാനൊന്നും പറ്റൂല. ഒരു വർക്കറായാലും ആരായാലും സെക്യൂരിറ്റി എല്ലാം. അല്ല, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ കേറിയല്ലേ പറ്റൂ? അല്ല, ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും കയറാം. അങ്ങനെയൊക്കെ പോണം. എന്നാലും എല്ലാരും ഒന്നും കയറ്റി വിടുവൊന്നുമില്ല. അങ്ങനെ ആരെയും കയറ്റി വിടില്ലെങ്കിൽ അവര് ചെയ്ത കാര്യം അവര് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കേണ്ടതല്ലേ. ശരി മാഡം, എന്തായാലും ഞങ്ങൾ വരും മണിക്കൂറുകളിൽ താങ്കളുമായി ബന്ധപ്പെടാം. അതിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. തൃക്കാക്കര ചെയർപേഴ്സൺ രാധാമണി പിള്ളയാണ് നമ്മളോട് സംസാരിച്ചത്. നവമി തുടരുന്നുണ്ട്. നവമി, ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്, സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ സംശയം മറ്റ് പല സ്രോതസ്സുകളിൽ നിന്നുള്ളത് കാര്യം കൂടി ഉണ്ട്. അതായത് കുടിക്കാൻ വാങ്ങിക്കുന്ന മറ്റ് ഏജൻസികളിലെ വെള്ളം അതിൽ നിന്നാണോ, ഒപ്പം ഫുഡ് കഴിച്ചതിൽ നിന്ന് ആണോ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കും ഈ കൗൺസിലർമാരടക്കം ഉന്നയിക്കുന്നത്. പക്ഷെ ഈ ഫ്ളാറ്റിലുള്ളവർ പറയുന്നത് ഇവർ കൃത്യമായി തന്നെ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്നത് ഈ കിണറ്റിൽ നിന്ന് തന്നെയാണ്. കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പ്, ഈ മുനിസിപ്പൽ പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം. ഇത് മൂന്നും അല്ലാണ്ട് വെള്ളം ഇവർ അധികം പുറത്തുനിന്ന് ഉപയോഗിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഒരേ ഫ്ലാറ്റ് ഈ ഏകദേശം 350ഓളം പേർക്ക് ഇതേ രോഗലക്ഷണങ്ങൾ വരണമെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് ആണെന്നുള്ളൊരു വാദത്തോട് നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 350 പേരും ഒരേ ഫ്ലാറ്റിൽ ഒരേ
ഹോട്ടലിൽ നിന്ന് ആയിരിക്കില്ലല്ലോ ഫുഡ് മേടിച്ച, എങ്കിൽ പോലും ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന മറ്റുള്ളവർക്കും സമാനമായ രീതിയിലുള്ള അസുഖങ്ങളും രോഗലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇതുവരെയും അങ്ങനെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഈ ഫ്ളാറ്റിനുള്ളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് കൃത്യമായിട്ടുള്ളൊരു കാരണം, ഇത് ഏത് സ്രോതസ്സിൽ നിന്ന് വന്ന വെള്ളത്തിനാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ക്ലോറിനേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് 350ഓളം പേർക്ക് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. 25 കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ DLFന്റെ ടവർ. കാക്കനാട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ 15 ടവറുകളുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾക്കും ഉള്ളിലേക്ക് ഏകദേശം 15ഓളം ടവറുകളുണ്ട്. അതിൽ 1268 ഫ്ളാറ്റുകളാണ്. 5000-ന് മുകളിൽ ആളുകൾ താമസിക്കുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ ആഴ്ചകൾക്ക് മുൻപ്, അതായത് ഈ ഇവിടെയുള്ള സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇൻഫോ പാർക്ക് പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്കും കൂടുതൽ ആരെങ്കിലുമൊക്കെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അല്പസമയത്തിനുള്ളിൽ MLA ഉമാ തോമസും അതോടൊപ്പം സ്ഥലം കൌൺസിലറും ഒക്കെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അശ്വതി, ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന 350-ലധികം പേർക്കാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ ഫ്ളാറ്റിന്റെ സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഒരു 4 മാസം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. തുടക്കത്തിൽ ചിലർക്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതാകുമെന്നുള്ളൊരു രീതിയിലിരുന്നു. പിന്നീട് അവർ ആശുപത്രിയിൽ കയറി ചികിത്സ തേടി. പക്ഷെ ഈ 2 ആഴ്ചക്കിടയിലാണ് എല്ലാവർക്കും ഇതുപോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ഒരു പരിശോധനയിലേക്ക് കടന്നതും. ഈ ഫ്ളാറ്റിൽ നമ്മൾ പ്രതികരിക്കാൻ, ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾക്കും ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഇത് കാര്യമാക്കിയില്ല. പിന്നീട് തന്റെ അയൽവാസികളും സമാനമായിട്ടുള്ള പ്രശ്നം ഉന്നയിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഈ പൊതുവെ ഈ ഫ്ളാറ്റിലുള്ള എല്ലാവർക്കും മിക്കവർക്കും ഇത്തരത്തിലൊരു രോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇതിനെ തുടർന്നാണ് പിന്നീട് ആരോഗ്യ വകുപ്പിനെയും കൌൺസിലറെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരോഗ്യ വകുപ്പ് പരിശോധനയ്ക്കെത്തി വേണ്ട വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയി അതിനെ ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ പുറത്തു നിന്നുള്ള വെള്ളം, അതായത് ഇവിടെയുള്ള സ്രോതസ് ഈ കിണറ്റിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റിവർ ഉപയോഗിക്കുന്ന സ്രോതസ്സുകളുടെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇവർക്കൊരു മുന്നറിയിപ്പ് നൽകി തൽക്കാലം ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കേണ്ട, പുറത്തുനിന്നുള്ള കുടിവെള്ളം ക്ലോറിനേറ്റ് ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഇവിടെ എത്തിച്ചു നൽകുന്നുമുണ്ട്. അശ്വതി, ശരി നവമി. എന്തായാലും നവമി ഇപ്പോൾ ആ ഫ്ളാറ്റിന് മുന്നിലാണുള്ളത്. നമ്മൾ നേരത്തെ ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോൾ, നഗരസഭാ ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് വരും മണിക്കൂറുകളിൽ ആ പരിശോധനാ ഫലം വരും, അവിടുത്തെ ടാങ്കിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം വരും. ഒപ്പം അവർ പറഞ്ഞ ഒരു ആശങ്ക, ഈ മഴവെള്ള സംഭരണിയിൽ മലിനജലം കലർന്നിട്ടുണ്ടോ എന്നൊരാശങ്ക കൂടി ചെയർപേഴ്സൺ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വരും സമയത്ത് നമുക്കത് വ്യക്തമാകും എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ള വാർത്തയാണ്. 350ഓളം പേർക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും രോഗം പിടിപെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ്. നവമി, തുടരണം. ഈ കളമശ്ശേരി നഗരസഭ ഉദ്യോഗസ്ഥർക്കും അവിടെ കൂട്ടമായി ഡെങ്കിപ്പനി പടരുന്നു എന്നൊരു വാർത്തയുണ്ടല്ലോ. മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനി പിടിച്ചു എന്നറിയുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുമാണല്ലോ. എന്താണ് നഗരസഭയിൽ സംഭവിക്കുന്നത്? അപ്പോൾ കൂടുതൽ പേർക്ക് പരിശോധന നടത്തുന്നുണ്ടോ അവിടെ? അശ്വതി, മഴക്കാലം കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടരുന്നത് വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ഇതിനു മുൻപ് തന്നെ അറിയാം, വേങ്ങൂരിലൊക്കെ മഞ്ഞപ്പിത്ത രോഗം പിടിപെട്ടതും പിന്നീട് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വേങ്ങൂരുകാരെ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തൃക്കാക്കരയിലും സമാനമായ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ മഴക്കാലം കഴിഞ്ഞതോടുകൂടി ഇതിന്റെ രോഗങ്ങളും കൂടി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി
മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി പിടിച്ചിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നഗരസഭയിലെ തന്നെ പല വാർഡുകളിലും ഇത്തരത്തിൽ ഡെങ്കിപ്പനി ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു. കൃത്യമായി ഈ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തികളൊന്നും ചെയ്യാത്തത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡെങ്കിപ്പനി വർദ്ധിക്കാൻ കാരണമായതെന്നൊരു ആക്ഷേപമൊക്കെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൃത്യമായി ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊന്നും നടക്കാത്തത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് തന്നെ ഈ രോഗം പിടിപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിരവധി പേർ ഉദ്യോഗസ്ഥരടക്കം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പലരും വീട്ടിലും നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡെങ്കിപ്പനി ബാധിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു അത് നേരത്തെ തന്നെ റായ്ബറേലിയും അദ്ദേഹം വിജയം നേടിയപ്പോൾ തന്നെ ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതാണ്. വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും അത് ആവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന് തിരിച്ചും അദ്ദേഹത്തോട് വയനാട്ടുകാർക്കുള്ള ബന്ധം. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് വിടുമ്പോൾ അത് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന പ്രതീക്ഷിച്ച സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന് രാഹുൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം രാഹുലിൻ്റെ ഒപ്പം തന്നെ പ്രിയങ്കയും പലതവണ വയനാട് സന്ദർശിച്ചിട്ടുണ്ട്. വയനാട്ടുകാർക്ക് പ്രിയങ്ക ഗാന്ധിയെ അവരുടെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ദേശീയ തലത്തിൽ ഈ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു മത്സരം, ഈ ഒരു സാന്നിധ്യം ഇന്ത്യ മുന്നണിക്കും UDF-നും കേരളത്തിൽ UDF-നും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാകും. കാരണം രാഹുൽ വയനാട് വിടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും BJP-യും വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അതായത് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം വയനാട് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നതോടെ വീണ്ടും വോട്ടെടുപ്പിന് തയ്യാറാവുകയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിന് വേദിയാകുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്തി വയനാട് ഒഴിയാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വയനാട് വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് മത്സരത്തിനെത്തുന്നു, സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് വലിയ ആവേശമല്ലേ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നത്? തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും അദ്ദേഹത്തെ പിന്തുണച്ചവർക്കും എല്ലാം വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ അദ്ദേഹത്തിന് പകരമായിട്ട് വരുന്നത് അതിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് എന്നുള്ളതാണ് ഇവർക്ക് ആശ്വാസമാകുന്ന മറ്റൊരു കാര്യം. കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു മണ്ഡലം നൽകിയത് വലിയ പിന്തുണയാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം വൈകാരികമായിട്ട് വയനാടിനോടുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിട്ടല്ല ഈ വയനാട്ടിൽ നിന്ന് വിട്ടുപോകുന്നത്, മറിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് അംഗീകരിച്ച് വയനാട് വിടുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വയനാടിനെ താൻ ഉപേക്ഷിക്കുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ സഹോദരി തന്നെ ഇവിടെ മത്സരിക്കുന്നു, ഒപ്പം താനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകുമ്പോൾ അത് വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് അത്തരത്തിലല്ല ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് പലതരത്തിലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ തീർക്കുമായിരുന്നു. വയനാട് ഒരു UDF-നെ സംബന്ധിച്ച് LDF മറ്റ് പാർട്ടികളൊന്നും അട്ടിമറി നേടുന്ന മണ്ഡലമൊന്നുമല്ല. എങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നതിന്, അത് അവരെ സംബന്ധിച്ച് എതിരാളികൾക്ക് വലിയൊരു ആയുധം നൽകുന്ന സാഹചര്യം വന്നതിന് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അശ്വതി. ശരി, CV അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ആവേശത്തിലാണ് വയനാട്. വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ
രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കന്നി അംഗം കുറിക്കുമെന്ന ഇന്ത്യൻ രാഷ്ട്രീയം കണക്കുകൂട്ടിയ പ്രിയങ്കയ്ക്ക് പക്ഷേ കാലം കാത്തുവെച്ചത് കേരളമായിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൌഡ് പുള്ളറായി രൂപാന്തരം കൊണ്ട നേതാവ്, പിന്തുടർച്ചാവകാശി എന്ന പരിഹാസ ശരങ്ങൾ നേരിട്ട നേതാവിനെ അല്ല, അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത പ്രിയങ്കയാണ് യുപിയിൽ കണ്ടത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് പ്രായം 12. 19 വയസ്സിൽ അച്ഛനെയും നഷ്ടമായി. നാളൊരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തുമെന്ന അന്നു മുതൽ അടക്കം പറഞ്ഞിരുന്നു പ്രിയങ്കയെക്കുറിച്ച്. അമ്മയും സഹോദരനും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ടു പോയപ്പോഴും പൊതുരംഗങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു നിന്നു പ്രിയങ്ക. UPA സർക്കാരിന്റെ ദശാബ്ദം, കോൺഗ്രസിന്റെ പ്രതാപകാലം. അന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നു പ്രിയങ്ക ഗാന്ധി. വാക്കിലും നോക്കിലും ഇന്ദിരയുടെ തനിപ്പകർപ്പെന്ന് പ്രിയങ്കയെ ഉപമിച്ചെഴുതി ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എന്ന ശക്തനായ നേതാവിനെ നേരിടാൻ കോൺഗ്രസിന്റെ കയ്യിൽ മറ്റൊരു തുറുപ്പുചീട്ടുണ്ടായിരുന്നില്ല. പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവമായി. AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. പക്ഷേ പ്രിയങ്കയെ ഇറക്കിയിട്ടും UPയിൽ കോൺഗ്രസിന് അടിപതറി. വലിയ വിജയമാണ് BJP നേടിയത്. എന്നിട്ടും പിന്മാറിയില്ല പ്രിയങ്ക ഗാന്ധി. 2022 മുതൽ UPയിൽ പ്രിയങ്ക സജീവമായി. അന്നു മുതൽ UPയിലുടനീളം നടത്തിയ വേരോട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രിയങ്ക. ഉൾവലിഞ്ഞു നിന്ന പ്രിയങ്കയിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ താരപ്രചാരകയായി പ്രിയങ്ക മാറി. രാഹുലിന് വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു. ഉൾഗ്രാമങ്ങളിലേക്കെത്തി സ്ത്രീകൾക്കിടയിൽ പ്രചാരണം നടത്തി. കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. നിർജീവമായി കിടന്ന കമ്മിറ്റികൾ ഉത്തേജിപ്പിച്ചു. അങ്ങനെ കാലാന്തരം അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത ജനകീയ അടിത്തറ വിപുലമാക്കിയ പ്രിയങ്കയ്ക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇതിലും മികച്ചൊരവസരമില്ലെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് കളനിറയുന്ന BJPക്ക് രാഹുലിന് പിന്നാലെ കോൺഗ്രസിന്റെ ചെക്ക് കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. പലപ്പോഴും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച ഭർത്താവ് റോബർട്ട് വധേരയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരശ്ശീല വീണെന്നും കണക്കാക്കാം. വയനാട് തുണച്ചാൽ ലോക്സഭയിൽ കോൺഗ്രസിന് ഗാന്ധി കുടുംബത്തിന്റെ ഡബിൾ എഞ്ചിൻ. ന്യൂസ് ഡെസ്ക്, News 18. പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പരിശോധന വേണമെന്ന ആവശ്യം ഉന്നത നേതാക്കളിൽ നിന്നുപോലും ഉയരുന്നതിനിടെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായോ എന്നും സംസ്ഥാന സമിതി പരിശോധിക്കും. തെറ്റിതിരുത്തൽ നടപടികൾക്കുള്ള മാർഗരേഖയുടെ കരടും സംസ്ഥാന സമിതി തയ്യാറാക്കും. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വലിയ തോൽവിയാണ് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അത് അംഗീകരിക്കുന്നു. അത് ഏത് രീതിയിലാണ് എന്ന പരിശോധനയാണോ ഇന്ന് നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? വൃത്തിയായി തോറ്റുവെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പലതവണ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ, എങ്ങനെയാണ് ആ തോൽവി ഉണ്ടായത്, എങ്ങനെ തോൽവിയിൽ നിന്ന് മറികടക്കാം, ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി CPM നേരിടുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് തെരഞ്ഞെടുപ്പ് തോൽവിയിലെ സീറ്റുകളുടെ കണക്ക് മാത്രമല്ല, CPMന്റെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു. ആ വോട്ടുകൾ നേരത്തെയൊക്കെ CPMന്റെ വോട്ട് പോയാൽ കോൺഗ്രസിലേക്കും തിരികെ കോൺഗ്രസിന്റെ വോട്ടുകൾ CPMലേക്കും പോകുന്ന ഒരു പ്രതിഭാസമാണ് കേരള രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വോട്ടുകൾ വലിയ രീതിയിൽ പോകുന്ന BJPയിലേക്കാണ്. അതാണ് CPMനെ പ്രതിസന്ധിയിലാക്കുന്നത്, CPMനെ ചിന്തിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്ന അഭിപ്രായം ഇത്തരം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു വരും, എന്നാൽ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു വരാൻ എളുപ്പമല്ല എന്നൊരു വിലയിരുത്തൽ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികളാകും പ്രധാനമായും CPMന്റെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചർച്ച ചെയ്യുക. സർക്കാരിനെതിരെ വലിയ വികാരം പൊതുവിലുണ്ട് എന്നത് നേതാക്കളും അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ ഒരു അനുരണനം അല്ലെങ്കിൽ ആ ഒരു പൊതുധാരണയുടെ പ്രതിഫലനം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനം. തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കടുത്ത ഭാഷയിലാണ് സർക്കാർ പാർട്ടിയും ഇങ്ങനെ പോയാൽ പോരാ എന്ന വിമർശനം അഭിമുഖങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത്. G. സുധാകരൻ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലും പാർട്ടി തിരുത്തണം, സർക്കാർ തിരുത്തണം, ജനങ്ങളെ കാണണം തുടങ്ങിയ നിലപാടുകൾ പറയുന്നു. അതും ഇവിടെ അത്തരം ചർച്ചകളും ഇവിടെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട CPMന്റെ നേതൃയോഗങ്ങൾക്കാണ് സംസ്ഥാന സമിതി യോഗത്തിലാണ് തുടക്കമാകുന്നത്. സംസ്ഥാന സെക്രട്ടറി പല വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു മാർഗരേഖ ഉണ്ടാക്കാനുള്ള ആലോചന സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. ആ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം
സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സമിതി കൂടി അംഗീകരിച്ചാകും ഈ മാർഗരേഖയ്ക്ക് അന്തിമ അനുമതി ഉണ്ടാവുക, അന്തിമ അംഗീകാരം ഉണ്ടാവുക. ഏതായാലും സംസ്ഥാന സമിതി യോഗം അല്പസമയം 10 മണിയോടുകൂടി ആരംഭിക്കും. നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. സമുദായങ്ങളാകുന്നു എപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന ഈഴവ വോട്ട് ബാങ്ക് അകന്നു, പിന്നാക്ക വിഭാഗങ്ങൾ മുന്നണിയെ കൈവിടുന്നു തുടങ്ങിയ വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം പ്രീണനം കൂടിപ്പോയി പരിധി വിട്ടു എന്ന വിമർശനം ഘടകകക്ഷികളിൽ നിന്ന് ഉയർന്നു വരുന്നു. അത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യും. വൻകിട പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് പകരം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന, ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന ജനക്ഷേമ പദ്ധതികളിലേക്ക് CPM പോകണമെന്ന അഭിപ്രായം സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ചർച്ചകളും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. പൊതുമാർഗരേഖയിൽ ഇക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് സാധ്യത. ശരിയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ ചർച്ചകൾക്കായി ജനതാദൾ എസിന്റെ നിർണായക നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. HD കുമാരസ്വാമി മോദി മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണിയിൽ തുടരുന്നത് JDSന് കൂടുതൽ വെല്ലുവിളിയായത്. ദേശീയ പാർട്ടിയുമായുള്ള ബന്ധം ഒഴിഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിലും സാങ്കേതികമായി ഇപ്പോഴും അതിന്റെ ഭാഗമാണ് സംസ്ഥാനത്തെ പാർട്ടിയും. കേന്ദ്രത്തിൽ BJPക്കൊപ്പമുള്ള പാർട്ടി സംസ്ഥാനത്ത് ഇടതുമുന്നണിയിൽ തുടരുന്നതിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഇതോടെ CPM നിലപാട് കടുപ്പിച്ചതും പുതിയ പാർട്ടി രൂപീകരണം വേഗത്തിലാക്കാൻ JDSന് നിർബന്ധിതമാക്കി. തൃശൂരിലെ തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതി ഇന്ന് തെളിവെടുപ്പിനെത്തും. KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. DCCക്കോ ഉപസമിതിക്ക് നേരിട്ടോ പരാതി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ MP അറിയിച്ചിരുന്നു. പരാതികൾ ഉപസമിതി പരിശോധിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള 14 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായും സംസാരിക്കും. തോൽവി സംബന്ധിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പുകൾ പിൻവലിക്കണമെന്ന് കോൺഗ്രസുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി K രാധാകൃഷ്ണൻ ഇന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കും. നിയമസഭാംഗത്വവും അദ്ദേഹം ഒഴിയും. ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജി. മന്ത്രിസഭയിൽ നിന്നുള്ള രാജിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭാംഗത്വം ഒഴിയാൻ സ്പീക്കർ AN ഷംസീറും കത്ത് കൈമാറും. ഇതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓട്ടോറിക്ഷ നേടിയെടുക്കാൻ ജോസഫ് ഗ്രൂപ്പ്. ഇക്കാര്യം ആവശ്യപ്പെടാനാണ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഓട്ടോറിക്ഷ വേഗത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ചിഹ്നമാണെന്ന് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മനസ്സിലാക്കിയെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. എന്തായാലും ഓട്ടോ ചിഹ്നം തന്നെ ഉറപ്പിക്കുക എന്ന തീരുമാനമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. PJ ജോസഫ് ഇത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഓട്ടോ വളരെ പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കുന്ന, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചിഹ്നമാണ് എന്ന് അവർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഓട്ടോ ചിഹ്നത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചത്. നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തവണ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചു. കഴിഞ്ഞ കുറെ കാലങ്ങളായി അവർ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അവർക്ക് ട്രാക്ടർ ചിഹ്നം പ്രത്യേകമായി അപേക്ഷിച്ചിട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയത്. ഒരു സ്ഥിരം ചിഹ്നം ഇല്ലായ്മ അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു. എതിർ ക്യാമ്പായ ജോസ് കെ മാണി വിഭാഗം ഇത് വലിയ ആയുധമാക്കുകയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ചെയ്യുകയും ചെയ്തിരുന്നു. 2ലെയാണ് ജനങ്ങൾക്കെല്ലാം പരിചിതമായ ചിഹ്നം എന്നതായിരുന്നു അവരുടെ പ്രചരണം. അതുകൊണ്ട് തന്നെ വലിയ വോട്ട് ആ നിലയിൽ വീഴുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെറും പ്രചാരണവും പ്രതീക്ഷയും മാത്രമായിരുന്നു എന്നാണ് ജോസഫ് വിഭാഗം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിര ചിഹ്നം ഉണ്ടാകുക, അത് 2ലെ കവച്ചു വെക്കാൻ ഒരു സ്ഥിര ചിഹ്നം, അതും സാധാരണക്കാരുടെ വാഹനം എന്ന നിലയിൽ ഓട്ടോ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്നും അവർ കരുതുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് ചിഹ്നം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ജോസഫ് വിഭാഗം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ CBIക്ക് അപേക്ഷ നൽകി. മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കാനാകുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. അവയവക്കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് NIA അന്വേഷിക്കുകയാണ്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ മധുവിനായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ.
അശ്വതി, നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ബ്ലൂ കോർണർ നോട്ടീസ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സംസ്ഥാന പോലീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മധു ഇറാനിലാണിപ്പോഴും കേരളത്തിൽ നിന്നും എത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എത്തുന്ന അവയവ ദാനം നൽകാൻ എത്തുന്നവർക്ക് ഇറാനിൽ വേണ്ട സൌകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് മധുവാണ്. അതുകൊണ്ടാണ് മധുവിനെ എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് തന്നെ അറസ്റ്റിലായ സാബിത്തിനെയും സജിത്തിനെയും പ്രതാപ് കൊണ്ടേനെയും ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് മധുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മധുവിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം നൽകുവാനായി ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകും. ഉടൻ തന്നെ മധുവിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതായത് കേരളത്തിൽ നിന്നും ഒരു വ്യക്തി മാത്രമേ അവയവദാനം ചെയ്തിട്ടുള്ളൂ. അത് പാലക്കാട് സ്വദേശിയായ ഷമീറാണ്. ഷമീറിനെ ഇതിനോടകം തന്നെ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട് ഈ കേസിൽ. ഇനി 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇപ്പോൾ ഒരാൾ കൂടി മധുവിനെ കൂടി നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേരുടെ അറസ്റ്റായിരിക്കും പോലീസ് രേഖപ്പെടുത്തുക. മധുവാണ് ഇറാനിലെ എത്തുന്ന ആളുകൾക്ക് ഈ അവയവദാനം ദാനം ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് ഇറാനിൽ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് മധുവാണ്. അതിനുശേഷം മധു അവിടേക്ക് വേണ്ടിയുള്ള ആശുപത്രിയിലെ അടക്കം സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകും. ഇതെല്ലാം മധുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മധുവിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അന്വേഷണ സംഘം നടത്തുന്നത്. ശരി. സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി കാർ യാത്രക്കാരെ ആക്രമിച്ച സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കുഴൽപ്പണവും കടത്ത് സ്വർണവും ലക്ഷ്യമിട്ട് പതിവായി ആക്രമണം നടത്തുന്നവരാണ് ഇവരെന്നും പോലീസ് പറയുന്നു. ആക്രമണത്തിനിരയായവരുടെ പരാതി പരിഗണിക്കാതിരുന്ന ആലുവ കുന്നത്തുനാട് പോലീസിനെതിരെയുള്ള അന്വേഷണവും തുടരുകയാണ്. നവമി, ഈ കേസ് 2 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസുണ്ട്. മറ്റൊന്ന്, ഈ കാർ യാത്രക്കാരെ ആക്രമിച്ച കേസിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ലഭിച്ചത്? വിവരങ്ങൾ. അശ്വതി, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ 4 യുവാക്കളും രക്ഷപ്പെട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന്. തമിഴ്നാട് പോലീസ് അവരോട് കാണിച്ച നീതി പോലും കേരള പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വേദനയാണ് ഈ യുവാക്കൾ പങ്കുവച്ചത്. കുന്നത്തുനാട് പോലീസിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചെന്നപ്പോൾ ഇവർ പരാതി പോലും കേൾക്കാതെ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലും കാണാൻ തയ്യാറായില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ യുവാക്കൾ ഉന്നയിച്ചത്. അന്ന് തന്നെ മാധ്യമങ്ങളോട് ഇവർ കൃത്യമായി ഇത് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ SP വൈഭവ് സക്സേന ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുന്നത്തുനാട് പോലീസ് ഇതിൽ ഒരു നടപടി സ്വീകരിക്കാത്തത്? യുവാക്കളോട് മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുവാനും ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നാണ് യുവാക്കൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അവരുടെ വാഹനം ഇപ്പോഴും അവിടെയാണ്, കോയമ്പത്തൂരാണ്. അതുകൊണ്ട് ഇന്നായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ വേണമെന്നുകൂടി യുവാക്കൾ പോലീസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കുവാനും ആലുവ റൂറൽ SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് പോലീസ് ഇതുവരേക്കും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 4 പേരും മലയാളികളാണ്, പാലക്കാട് സ്വദേശികളാണ്. അതിലൊരാൾ സൈനികനാണ്, വിഷ്ണു. ഈ ഏപ്രിൽ സൈനികനായി അതായത് ജോലി ചെയ്ത് തിരിച്ച് ലീവിന് വന്നതാണ്. അതിനുശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് ഈ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാതെ ഈ സംഘത്തിനോടൊപ്പം, ഈ കൊള്ള സംഘത്തിനോടൊപ്പം ചേരുന്നത്. ഇതിൽ എത്ര രൂപയാണ് ഇവർക്ക് ലാഭം കിട്ടുന്നതെന്നൊക്കെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ആള് മാറിയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഈ യുവാക്കൾക്ക് നേരെ അഴിച്ചുവിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിലേക്ക് പോകുന്ന ഒരു വാഹനത്തിൽ കള്ളപ്പണമുണ്ടെന്നൊരു നിർദ്ദേശം ഇവർക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്ലം സിദ്ദിഖിയും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇവർ അതിക്രമം അഴിച്ചുവിടുന്നത്. പക്ഷേ ഈ യുവാക്കളുടെ ഒരു മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മലമ്പുഴയിൽ നിന്നും ഇവർ സഞ്ചരിച്ച കാറും ഇന്നലെ തന്നെ അന്വേഷണ സംഘം പിടികൂടിയിട്ടുമുണ്ട്. അശ്വതി.
നമ്മെ ഇതുമായി ബന്ധപ്പെടുത്താവുന്ന മറ്റൊരു വാർത്ത കൂടി, അതിന്റെ വിശദാംശങ്ങൾ കൂടി വേണം. ഈ കൊച്ചി പനമ്പിള്ളി നഗറിൽ വീട് കുത്തി തുറന്നുണ്ടായ മോഷണം, അതിൽ ഇതുവരെയും പ്രതികളെ പിടിക്കാൻ, മോഷ്ടാക്കളെ പിടിക്കാൻ പോലീസിനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ടായിരുന്നു, എന്നിട്ടും പോലീസിന് അവരെ കണ്ടെത്താനായില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അല്ലെ ഇതര സംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിലെന്നാണോ പോലീസ് കരുതുന്നത്? എന്താണ് ഇത്ര കാലതാമസം? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണെന്ന് ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു. ഇവർക്ക്, അതായത് ഈ വന്ന മോഷ്ടാക്കൾക്ക് കൃത്യമായി അറിയാം ഈ വീട്ടിൽ ആളില്ല എന്ന്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. വീടിന്റെ ജനൽ മതിൽ ചാടിക്കടന്ന് ഇവർ ഉള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം ജനലും വാതിലും ഒക്കെ കുത്തി പൊളിച്ചതിന് ശേഷമാണ് ഇവർ ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. ഇവർ ഈ അശ്വതി, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗം ബാധിച്ച 350ഓളം പേർക്ക് രോഗം ബാധിച്ച സംഭവത്തിൽ ഫ്ളാറ്റിന്റെ പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. 350ഓളം പേർക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 25ഓളം കുട്ടികളുമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടുത്തെ വെള്ളവും ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. അത് ലാബുകളിലേക്ക് കൊടുത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അശ്വതി, ശരി, 350 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. അവിടെ കുടിവെള്ളത്തിൽ നിന്നാകാം എന്നാണ് കരുതുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഫ്ളാറ്റിന്റെ അധികൃതർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നമുക്ക് കുറച്ച് വഴി വിട്ട് നിൽക്കാൻ പറ്റും. 25 കുട്ടികൾക്കും ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. 2 ദിവസങ്ങളിലായാണിത് തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ ഫ്ളാറ്റിൽ ആകെ ഇത് പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ജലം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നതേയുള്ളൂ. ഓക്കെ, right. We have had an issue of water contamination. You're from here? We have got the health department involved 4 or 5 days ago. We have asked them to help us to test our water. All water sources have been isolated to prevent any contamination increasing. We have also having every source of water tested. Currently, all our water tanks have been cleaned, have been recharged with new fresh water from tanker loads. There is no possibility of an increase in this issue. Whatever has happened has been rectified. I would like somebody else to say that. Yeah, we'll do that. Okay. Therefore, there is no requirement or there is no panic as at present. We have had a long discussion with the health department yesterday. They have spent more than 3 hours with us. They have gone around our facilities. They have seen all our, pumping stations, cleaning stations, our water treatment plants. They have taken samples, and today they have come again to take samples. We will continue to do this till we are absolutely clear that we have no contamination. Therefore, I would request all of you to
to help us by reducing the level of anxiety that is there. There is no anxiety now. We will definitely overcome the problem. This issue would be very soon resolved. Thank you. See, I can't tell you a specific number. 10 ദിവസം മുമ്പേ there might have been somebody having a problem. That problem could be because of water, could be because of some other reason. There are a lot of people who eat from outside. There are a lot of people going and using public facilities. Contamination or viral infections can come from any source. This can get aggravated by a contaminated amount of water. Also, schools, colleges, all of them are sources of contamination. More importantly, we are getting about a large number of Swiggy, Zomato people who come and distribute food. Therefore, we cannot rule out where contaminations are coming from. We can assure you that all steps are taken to eliminate sources of contamination into our drinking water. കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് ആയിട്ട്, ബിക്കോസ് എല്ലാ വെള്ളവും ഒന്നിച്ച് ചേർത്താണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. KWA water, well water, borewell water and rain water. Because of this issue, we have stopped all those. അതിന് ഒന്നും എടുക്കുന്നില്ല. We are taking water only from tankers till we resolve the issue. കൺഫേം ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്സ് ഒക്കെ എടുത്തത്. ആണ് ഞങ്ങൾ മീൻസ് ലാബിൽ കൊടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ 7 ദിവസം എടുക്കും മിനിമം. So even if there's a contamination, it takes about 7 days for you to know that there is a problem. Okay. ഒരാൾ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇതിൽ പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെയും റിസൾട്ട് 10 ദിവസം ഓൾഡാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ടുഡേ. It had happened. I am not saying there is no contamination. There was a contamination that has been sorted out. എൻ്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. It will take me 7 days to get. In the meantime, I am trying to get private agencies who are reliable to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. All are stable. There is no critical case as at present. രോഗം why I am telling it happened. I don't know what is the reason. ശരി, എന്തായാലും DLF ഫ്ളാറ്റിൽ ഉണ്ടായ രോഗം 350ഓളം പേർക്കാണ് അവിടെ രോഗബാധയുണ്ടായത്. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഫ്ളാറ്റ് അധികൃതർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പ്രസിഡന്റാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവർ 3-4 സോഴ്സുകളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കിണർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, മഴവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എവിടെ നിന്നാണ് ഇത് ഉള്ളതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളം ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കൃത്യമായി പുതിയ ടാങ്കറിൽ എത്തിച്ച വെള്ളമാണ് ഇപ്പോൾ ഫ്ളാറ്റിൽ ഉപയോഗിക്കുന്നതെന്നും എല്ലാവരുടെയും ആരോഗ്യനില, അസുഖം ബാധിച്ച എല്ലാവരുടെയും ആരോഗ്യനില സ്റ്റേബിൾ ആണെന്നും പുതിയ വലിയൊരു ആശങ്കയ്ക്ക് ഇടമില്ല എന്നുമാണ് പറയുന്നത്. എന്തായാലും ആ റിസൾട്ടിന് 7 ദിവസം സമയമെടുക്കും. എവിടെ നിന്നാണ് ഈ കണ്ടാമിനേഷൻ ഉണ്ടായത് എന്നുള്ളത് അറിയേണ്ടത് ആ റിസൾട്ട് വരുമ്പോഴാണ്, ആ പരിശോധനാ ഫലം വരുമ്പോഴാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. മനു, അജിൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവർ 2 പേരും ജയയെ മർദ്ദിച്ചെന്ന് പോലീസ് പറയുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു കൊട്ടേഷൻ കിട്ടുക, അതിക്രൂരമായി മർദ്ദിച്ച് അവശയാക്കി റോഡിൽ തള്ളിപ്പോവുക, അതാണ് അവിടെ നടന്നത്. ഇപ്പോൾ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു എന്നറിയുന്നു. ആരൊക്കെയാണിവർ? വിവരങ്ങൾ.
അശ്വതി, മനു, അജിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ജയയ്ക്ക് വൈപ്പിൽ സ്വദേശിയായിരുന്ന ജയയ്ക്ക് ബന്ധുവായ പ്രിയങ്ക നൽകിയ കൊട്ടേഷന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ മർദ്ദനമുണ്ടായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ജയയെ മർദ്ദിച്ചത്. ആ ഒരു സമയത്ത് ജയ അങ്ങേയറ്റം ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ആയിരുന്നു. ഡോക്ടർമാരൊക്കെ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, അതായത് ഇവരെ കൊല്ലണം എന്ന് വിചാരിച്ച് തന്നെയാണ്, ഇവർ മരിച്ചു പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടുള്ള രീതിയിലുള്ള അത്രയും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമായിരുന്നു ജയ ഏൽക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ ബന്ധു പ്രിയങ്കയെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല അതിന് പിന്നാലെ മിഥുൻ ദേവ് എന്ന് പറഞ്ഞ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. പ്രിയങ്കയുടെ ഭർത്താവ് സജീഷ് ഒളിവിലാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള മനു, അജിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലുള്ളത്. ഇനി 2 പേർ കൂടിയാണ് കേസിൽ പിടിയിലാകാനുള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി ആജ്ഞ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകും. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് ആത്മഹത്യ ചെയ്തത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, വളരെ ദുഃഖകരമായ കാര്യമാണ്. വളരെ ചെറിയ പ്രായമുള്ള കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. അത് സൈബർ ബുള്ളിയിങ് കൊണ്ടാണ് എന്ന് കുടുംബം ഇപ്പോൾ നിയമപരമായി പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ? അങ്ങനെ തന്നെയാണ് പോലീസാണ് സംഭവം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിനത്തിന്റെ മരണം സംഭവിച്ചത്. ഒരാഴ്ച തൂങ്ങി മരിക്കാൻ വെന്റിലേറ്ററിലായിരുന്നു, ഗുരുതരാവസ്ഥയിൽ കൊടുക്കുകയായിരുന്നു. ഇതിൽ നിന്നാണ് മരണം സംഭവിച്ചത്. ഇതിന് സോഷ്യൽ മീഡിയ നേരത്തെ ഒരു സോഷ്യൽ മീഡിയ സജീവമായ നിർവഹണ സ്വദേശിയായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് യുവാവ് നേരത്തെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവർ അടുപ്പത്തിലാവും. പിന്നീട് അതിലുകയും ഇതിനുശേഷം ഇരുവരുടെയും താഴെ 2 പേരുടെ ആരാധകർ. ശരി, എന്തായാലും കുടുംബം പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയുന്നത്. ഈ സോഷ്യൽ മീഡിയ ബുള്ളിയിങ് ആണ്, ആക്രമണമാണ് ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചതെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതും എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രഖ്യാപിച്ചത്. അപ്പോൾ വയനാട്ടിൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിൽ വലിയ പ്രചാരണം നടക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു പ്രചരണത്തിൻ്റെയൊക്കെ തന്നെ ഒരു തീവ്രത കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ കുറയ്ക്കുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് തന്നെ കരുതണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് 2 ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ഈ ഒരു പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിക്ക്. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന തട്ടിലൊരു പ്രചാരണം ഉണ്ടായേക്കാമെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അതിനെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയും, UDF കഴിയും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നെഹ്റു കുടുംബത്തിലെ രാഹുലിൻ്റെ കൂടെ തന്നെ രാഹുലിൻ്റെ തന്നെ സഹോദരിയായിട്ടുള്ള അംഗം വരുന്നു. ദേശീയ തലത്തിലുള്ള പ്രാധാന്യം കിട്ടുന്നു. ദേശീയ നേതാക്കൾ മത്സരത്തിൻ്റെ ഈ പ്രചരണങ്ങൾക്കായി എത്തുന്നു. ഇതൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം അത് കട്ടപ്പന ഡിഇഒ PK മണികണ്ഠനെതിരെ ആരോപണവുമായി അധ്യാപിക പോലീസിൽ പരാതി നൽകി. ഡിഇഒയെ കാണാൻ ചെന്ന അധ്യാപികയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായാണ് പരാതി. സംഭവത്തെ തുടർന്ന് ഹൃദ്രോഗബാധിതയായ അധ്യാപിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. കട്ടപ്പന DO TK മണികണ്ഠനെതിരെയാണ് അതിഗുരുതര ആരോപണവുമായി അധ്യാപിക പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിലാണ് പരാതി. DO ഓഫീസിൽ എത്തുകയും തന്റെ നിയമന ഉത്തരവിൽ കഴിഞ്ഞ 1 വർഷമായി DOയ്ക്ക് മുന്നിലാണ്. ഇതുവരെ അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല. പാർട്ട് ടൈം അധ്യാപികയായിരുന്നു. അത് ഫുൾ ടൈം ആകണമെങ്കിൽ DOയുടെ ഒപ്പ് അനിവാര്യമാണ്. പക്ഷേ ഇത് വെച്ച് താമസിപ്പിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് അധ്യാപിക സംസാരിക്കാൻ എത്തിയപ്പോഴാണ് അധ്യാപികയോട് തട്ടിക്കയറുകയും എഴുന്നേറ്റ് വന്നുകൊണ്ട് ആക്രോശിക്കുകയും ഒക്കെ ചെയ്തത്. പെട്ടെന്ന് അവിടെ അസ്വസ്ഥയായി ബോധം കെട്ട് വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവർ ഹൃദ്രോഗ ബാധയുള്ള ആൾ കൂടിയാണ്.
എന്നതാണ് അതിലൊരു പ്രത്യേകത. ഇക്കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്ന അധ്യാപിക തന്നെ ന്യൂസ് 18നോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ അധ്യാപികയെ. അതായത് ഇരട്ടയാർ CRHSലെ സംസ്കൃത അധ്യാപികയാണ് ശ്രീലക്ഷ്മി. അവർക്കെതിരെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വളരെ മോശമായിട്ട് നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം. നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും. നീ അങ്ങോട്ട് മാറിയിരിക്കും. നിന്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കയിൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കടി അവിടെ എന്നും പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും പുള്ളി എന്തിനാ എഴുന്നേറ്റെന്ന് പോലും എനിക്ക് സംശയമായിപ്പോയി. ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി. അതിനുശേഷം എന്നോട് നീ ഇവിടെ ഇരിക്കും, നിന്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട പരാതി അല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു സ്കൂള് തന്നെ DOയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം DO വളരെ മോശമായി പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതിനകം 5-ലധികം പരാതികൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലാണ് ഈ സ്കൂളുള്ളത്. രൂപത ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DO ഓഫീസിന് മുന്നിൽ ഈ ധർണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പോലീസ് ഈ സംഭവത്തിൽ പരാതി സ്വീകരിച്ച ശേഷം ഈ അധ്യാപികയുടെ മൊഴിയടക്കം, കോട്ടയത്തെ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്, ഇവിടുത്തെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. DOയ്ക്കെതിരെ സ്ഥിരം പരാതിക്കാരനായ, സ്ഥിരം ഒരു പ്രശ്നക്കാരനായ ഒരു DO എന്ന നിലയിലാണ് പൊതുവെയുള്ള വിവരം വരുന്നത്. പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. 1 വർഷം മുൻപാണ് കട്ടപ്പന DOയായി ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അധ്യാപിക ഉന്നയിക്കുന്നത്. പോലീസിന്റെ തുടർ നടപടി, വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടിയെല്ലാമാണ് ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ MLAയുടെ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഉത്തരവ് റദ്ദാക്കി പുനഃപരിശോധിക്കാനായി പരാതി വീണ്ടും വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കണമെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി നടപടി തെറ്റാണ് എന്നാണ് ഹർജിയിലെ ആരോപണം. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് G ഗിരീഷ് ബാബു നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.